അത് നടക്കണം പക്ഷെ അയ്യ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആ അവരുടെ വീടുകളൊക്കെ ഓൺ ദ വേ ഷോർട്സ് എടുക്കും ഓഫ് കോഴ്സ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ നിങ്ങൾ കാസയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നല്ലപോലെ ഉറങ്ങിയിട്ടോ. ഇടയ്ക്ക് നീക്കും തണുപ്പ് കാരണം അതിനും കുഴപ്പമില്ല, നല്ലപോലെ ഉറങ്ങി. ഇപ്പോൾ പല്ലൊക്കെ തേച്ച് ജസ്റ്റ് അങ്ങോട്ട് വന്നേ ഉള്ളൂ. കുളിയൊന്നും നടക്കില്ല. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നൈസായിട്ടില്ലേ? ഫുൾ മൗണ്ടെയിൻസിൻ്റെ ചുറ്റുമായോണ്ടേ സൂപ്പറായിരുന്നു. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. എന്നിട്ടും -6 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മ ഫ്രഷ് ആയിട്ട് അമ്മനെ കാണിച്ചു തരാം. ഇന്നലെ എന്തായിരുന്നു നിങ്ങൾക്ക്? ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ എനിക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം കിട്ടാത്ത പോലെ, കിടക്കുമ്പോഴൊക്കെ ശ്വാസങ്ങൾ ഉള്ളിലേക്ക് വരാത്ത പോലെയൊക്കെ ആയിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സിൻ്റെ തന്നെ ആയിരിക്കും. തലവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. കിടക്കാനൊന്നും കുറേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ചൂടൊക്കെ വെക്കി, പിന്നെ കുറേ ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് കുറേ കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി. രാവിലെ ആക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ജലദോഷം പോലെയൊക്കെ ഉണ്ട്. എന്താണാവോ, ഓക്സിജൻ്റെ ലെവൽ കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, അർജുൻ നീട്ടിട്ടൊന്നുമില്ല തോന്നുന്നു. അവനെ വിളിച്ച് നിൽപ്പിക്കട്ടെ. പിന്നെ ഫുഡ് കഴിക്കാൻ മുമ്പാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കഴിക്കാൻ വന്നേ ഇന്ന് ഇതാ ആലു പൊറോട്ട, അച്ചാറുണ്ട്. അച്ചാറും കൂടെ വരും. ഒഴിക്കണോ സാം? അർജുനെ കാണാനല്ലോ ഗൈസ്. അർജുനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുക റെഡിയാവാൻ. ഗൈസ്, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. റെഡിയാക്കി പോയി. നേരം വൈകി, വേഗം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യ. അപ്പോൾ നമ്മൾ ഇറങ്ങുക. ഇന്ന് ബാഗ് ഒന്നും എടുക്കാനില്ല, ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചു. നല്ല വെയില. ഓക്കെ, സെറ്റ്. കുട്ടിയൊക്കെ എന്തൊക്കെയായിരുന്നു. സൺസ്ക്രീനൊക്കെ ഇട്ട് ഇറങ്ങി. ഓക്കെയാ. ഇവിടെ ഉണ്ടോ നമ്മൾ ഇന്നലെ നിന്ന് സൂപ്പർ ആൻറ്റിയാണ്. അതിന് നല്ല വൈബാ. വണ്ടി അവിടെ സെറ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ അതാ ഈ മൊണാസ്ട്രീൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ഇതുണ്ടോ ആ ദൂരെ കാണുന്ന കുറേ വിട്ട് കുറേ വീടുകൾ. അർജുൻ വേണുണ്ട്, സാം ഫ്രണ്ടിൽ, അമ്മൂടെ ഓൾ സെറ്റ്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് കീ മൊണാസ്ട്രി. നമ്മളങ്ങോട്ട് കയറുന്നത് ജൂലിൻ്റെ അർത്ഥം എന്താ പറഞ്ഞത് നമുക്ക്? ജൂലൈ വെൽക്കം. ആ മുകളിൽ കാണുന്നതാണ്. നമ്മളിതാ പട്ടങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും കണ്ടോ കുറെ വിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ഫാം ഹൗസ് ആണ്. യെസ്, വിട്ട് ഓരോരോ ചെറിയ ബ്ലോക്സ് കാണുന്ന രസമല്ല. ഇതിൽ കാണാനുണ്ടോന്നാവോ? ഉണ്ട്. രസമുണ്ട്, ഒരു വെറൈറ്റി. ഓ മാൻ, ആകാശം നോക്കൂ. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, വൈക്കോല് വെക്കണ സ്ഥലത്തിന് വൈക്കോലൊക്കെ വെക്കുന്ന സ്ഥലം. മൂനല്ല, അരിയൊക്കെ എവിടെ വെക്കുക? പത്തായപ്പുര. അവരുടെ പത്തായപ്പുരയാണിത്. പത്തായപ്പുര വൈക്കോല് വെക്കണ അരി വൈക്കോല് ഒരു കൊല്ലം മൊത്തം സേവ് ചെയ്ത് വെക്കണം കേട്ടോ. നെല്ല്. ഓക്കെ. ആ കാണുന്നതാണ് മൊണാസ്ട്രി. വെയിൽ ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് മൊണാസ്ട്രി ക്ലിയർ ആവണില്ല തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ
കീ മൊണാസ്ട്രി എത്തി. അതാണ് എൻട്രി. ഇവിടെ ഇതുവരെ വണ്ടി വരുള്ളൂ, ഇവിടെ പാർക്കിങ്. ഇനി നമ്മൾ അങ്ങോട്ട് നമ്മൾ നടന്ന് കയറണം. മൊണാസ്ട്രീൻ്റെ ടൈമിംഗ് പറയുന്നത് 7 മണി മുതൽ 9 മണി വരെയാണ്. അല്ല, 7 മണി മുതൽ 7 മണി വരെ. ഡ്രോൺസ് ഒന്നും പ്രൊഹിബിറ്റഡ് ആണ്, പറപ്പിക്കാൻ പാടില്ല. സോ ഗൈസ്, എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നത്? ചെറുതായിട്ട് പറയാന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചത് ഈ ബൊംപ പറഞ്ഞിട്ടൊരാൾ 1064 CE. ഇത് സ്പിത്തിയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. സോ വി ആർ ക്ലൈംബിങ് അപ്പ്. ഗൈസ്, ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കീ പോസ്റ്റ് ഓഫീസ്. 4 പുറം നല്ല മൗണ്ടെയിൻസ് ആണ്. അതിനും പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചു കയറ്റാൻ കയറാൻ വേണ്ടിയിട്ട്. തല തിരിഞ്ഞ് നടക്കുക. മുളിക്ക് ഇതാ കയറിക്കെത്തി. We have reached Key Monastery. ഇതാണ് അതിൻ്റെ ഗേറ്റ്. ഇവിടെ ഉണ്ട് ഗുഡ് ലക്കിൻ്റെ 5 സിമ്പിൾസ്. ഇതാണ് മൊണാസ്ട്രി. കുറച്ചും കൂടി സ്റ്റെപ്പ് കയറാണ്ട്. ഇപ്പോൾ മുകളിലെത്തിയ മൊണാസ്ട്രിയിലെത്തി. ഒരാൾ കണ്ട ഗൈസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കണ താഴോട്ട് ഞങ്ങൾ കയറി വരുന്നത്. മുകളിൽ കണ്ടോ പക്ഷികൾ പോലെ നടക്കുന്നത്? ഈ പരുന്താ വന്നു, കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ചീച്ചം ബ്രിഡ്ജിലെത്തി. സെക്കൻഡ് ഹയസ്റ്റ് ബ്രിഡ്ജ് എന്നാണ് ബൈ പറഞ്ഞത്. എന്തേ എൻ്റെ ബോർഡുണ്ട്, നമുക്ക് ആ ബോർഡ് പോയി കണ്ടിട്ട് ബാഗ് ഇങ്ങോട്ട് പോരാം. അവിടെ ഉണ്ട് ഒരു ബസ് ഫുൾ മറ്റേ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാക്കിയേക്കുക. ഇതാണ് ചീച്ചം ബ്രിഡ്ജ്. ഫ്രണ്ട് ഭാഗം കാണിച്ചത് നല്ല റഷാണ്. നമ്മൾ ജസ്റ്റ് ഔട്ട് സൈഡിൽ നിന്ന് പിക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്, തിരക്കവിടെ. ഞങ്ങൾ ഇത്ര യാത്ര ചെയ്തതിൽ അത്യാവശ്യം റഷ് കണ്ടൊരു സ്ഥലം ഇപ്പോൾ ഇതാട്ടോ. ഭയങ്കര റഷുണ്ട്. 2003 കാരിയവേ 4 മീറ്റർ 120 സ്പാൻ. അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് പറയുന്നത് വെച്ചാൽ 2003 പണി തുടങ്ങിയിട്ട് 2017 വരെ നടത്തിയിരിക്കണമെന്ന്. അങ്ങോട്ടാണ് ഇത് ഓപ്പൺ ആക്കി. 2017 ഓപ്പൺ ആക്കിയത്. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഹയസ്റ്റ് ബ്രിഡ്ജ് അല്ലേ, എത്ര മുകളിലാന്ന് സ്റ്റീപ്നെസ് ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. ഉണ്ടോ സ്പിത്തി റിവർ പോകുന്നേ? ക്യാമൽ എത്ര വരുമെന്ന് അറിയില്ല. നല്ല താഴെ കുറച്ചും കൂടെ വൺ ഫോട്ടോഗ്രാഫിയിലാണല്ലോ. ഗൈസ്, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണുണ്ടോ ഈ സാധനത്തിൻ്റെ മണ്ടേ കയറിയിട്ട്? അതിൽ ഏതൊക്കെ സ്ട്രിങ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. സോ വി ആർ ഗോയിങ്. ചീച്ചം ബ്രിഡ്ജ് കഴിഞ്ഞു. ഈ ചീച്ചം ബ്രിഡ്ജ് പറയുന്നത് മണാലിക്ക് പോകുന്ന വഴി കേട്ടോ, കാസിൽ നിന്ന്. സോ നമ്മൾ തിരിച്ചു പോവാം. കുറച്ച് മലയാളി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആകെ തിരക്കുള്ള സ്ഥലം ഇതാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നേൽ ഇതാ പോവാം. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സിക്കിം. ലങ്സ നെക്സ്റ്റ് ലങ്സ. ഞാൻ അടുത്തിട്ടാണ് ഓണ്ടേ കുറച്ച് കാഴ്ചകൾ. ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങൾ ഈ ട്രിപ്പിലെ ഏറ്റവും ഹയസ്റ്റ് വില്ലേജിലെത്തി. ലങ്സ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് ഒരു ബുദ്ധ സ്റ്റാച്ചു ആണ്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് 14,500 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്സിജൻ ലെവലൊക്കെ വളരെ തിന്നാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ ആകെ 150 ആൾക്കാരുടെ പോപ്പുലേഷനുള്ളൂ.
നമ്മൾ അങ്ങോട്ടാണ് പോകണ്ടേ. ഞാൻ ഇങ്ങോട്ട് നടന്നു. നമ്മളിതാ വണ്ടി ഇവിടെ നിർത്തി. എന്തൊരു ഹൈറ്റിലറിയോ, കയറി വന്ന വഴി കണ്ടില്ലേ, കുറേ ഹെയർ പിന്ന് തിരിഞ്ഞാൽ കയറി പോകുന്നത്. ഈ ലാങ്സെന്നെ ആൾക്കാർ സ്വിറ്റ്സർലാൻഡ് ഓഫ് സ്പിത്തി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും പണ്ട് കാലത്ത് ഇത് കൂടെ റിവർ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുറേ മറൈൻ ഫോസിൽസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കുറേ ആനിമൽസിനെ കാണാനും സ്പോട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇതാ ആ ബുദ്ധയുടെ സ്റ്റാച്ചു കാണാൻ അങ്ങ് ദൂരെ അങ്ങോട്ടാണ് പോകുന്നത്. അമ്മ ഇതാ ഫുൾ സെറ്റായിട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാറ്റും തണുപ്പുണ്ട് ഇവിടെ. അത്രയ്ക്ക് തോന്നണില്ല, എന്നാലും കുഴപ്പമില്ല, വെയിലുണ്ടല്ലോ. പിന്നെ ഗൈസ് ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട് വില്ലേജിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ. ചൗ കാൻലിംഗ്ഡാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്നോ ക്യാപ്പ് മൗണ്ടെയിൻ അങ്ങ് ദൂരെ അതാ അവിടെ കാണുന്നത്. അപ്പോൾ ഞാനും അമ്മും അവിടെ ബുദ്ധേൻ്റെ അടുത്ത് പോയിട്ട് വരാൻ വേണ്ടിയാണ്. അർജുനും സാമും അവിടെ മാഗി ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് പോസ്റ്റ് ഓഫീസ് അങ്ങനെ ഹിക്കിം പോസ്റ്റ് ഓഫീസ്. ആ അർജുൻ ഏൽപ്പിച്ച് വന്നിരിക്കും അവിടുന്ന് ഫോട്ടോ എടുത്ത് വരാം. നല്ല തണുത്ത കാറ്റടിക്കുന്നേ. നമ്മളിതാ ഞാൻ നടന്നിട്ട് ആ ബുദ്ധയുടെ അടുത്ത് എത്താറായി. ഇവിടെ വലിയ റഷില്ല കേട്ടോ. നമുക്കാകെ ചിച്ചം ബ്രിഡ്ജിലാണ് ഏറ്റവും കൂടുതൽ റഷ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇച്ചിരി വില കൂടുതൽ, അത്രയും മുകളിലേക്ക് കയറ്റിക്കൊണ്ടായിരുന്നു. താഴെ കാസയിൽ 50, ഇവിടെ 100. ഇവിടെ ഒരു കഫേ ഉണ്ട്, ദാഷി കഫേ. ബുദ്ധനെ കാണാൻ അത് തിരിച്ചു വരുമ്പോൾ എടുക്കാം. ടോയ്ലറ്റ് അടച്ചേക്കുക അറിയില്ല ഗൈസ്. കയ്യൊക്കെ തണുത്ത് മരവിച്ചു. ഞാൻ ഗ്ലൗസ് എടുക്കാൻ മറന്നു. ഗ്ലൗസ് എടുക്കാനും തലയിടാനും മറന്നു. ഇത് അമ്മോനെ ഫുൾ സെറ്റാണ്. ഇവിടുത്തെ ലോവസ്റ്റ് ഇന്ന് രാത്രിയൊക്കെ വരാറ് 11 ഡിഗ്രിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഹലോ ഇവരെവിടെ പോയാലും ഉണ്ടാവും. बहुत 50 का है क्या? नहीं वो बना लिया है ना, उसका वीडियो ले रहा हूँ. 50 का कौन सा है? हमका ये लांजा का ये 100 का है, ये 3D वाला है ना, ये ले लो क्या? ये भी 100 का है. ये वो 3D नहीं है. ये नहीं, इसमें वो ये मोबाइल है, मोबाइल ना पूरा हम आते हैं, वो देख के आते हैं. अभी आता हूँ बा किधर फ्लैग ले जाओ, गाड़ी फ्लैग. वो हमने कल काजर से खरीदा ये था लेकिन हमने सोचा यहाँ के ये सब आपने बना लिया. अच्छा है. ये देखो നോക്ക് ഗൈസ്, ഇതുണ്ടോ ഇവരുണ്ടാക്കിയത് അതൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ കൊടുക്കാൻ. हाँ अभी आता हूँ. बच्चे होया नहीं अभी तक. तो गई हाँ पोस्ट कर लिया. हमको फ्रिज मैंने लेना है अभी. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഇതിൻ്റെ ചോട്ടിലെത്തി. ആരുമില്ല, ഞാനും അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇതാ അവിടെ ആൾട്ടിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇരിക്കണേതുണ്ടോ 14,300 ഫീറ്റ്. ഇതുണ്ടോ വരുന്ന ആൾക്കാരൊക്കെ ഈ റൈഡേഴ്സ് എല്ലാവരും അവരുടേതായിട്ടുള്ള ഓരോ സോവനീഴ്സ് ഇവിടെ ഇട്ടു പോകും, ഓരോ മാർക്കിങ്സ്. ഇവിടുത്തെ ആൾക്കാരൊക്കെയുള്ള സ്പിത്തി ബൈക്കിംഗ്, സ്പിത്തി വാലി എക്സ്പെഡീഷൻ. ദൂരത്തുനിന്ന് വിടുന്നില്ലേ, ഡൽഹിത്തെ കണ്ടു. നമുക്ക് കുറേ ഉണ്ട്. ഇതാ ഗോവ ആറംബോൾ എന്നുള്ളതുകൊണ്ട്. സോ അപ്പോൾ ഇതാണ് ആ ബുദ്ധ നമ്മൾ കാണാൻ വേണ്ടി വന്നത്. നമ്മൾ കയറി വന്ന വഴി കാണിച്ചു തരാം. വെയിൽ കാരണം കാണുന്നില്ലേ. ഇതാണ് ഗൈസ് അവിടെ മുകളിൽ കറങ്ങി
ഓൾമോസ്റ്റ് 360 കറങ്ങിയിട്ട് നമ്മളിത് അവിടെ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ പേരെന്തായിരുന്നു? ചോങ് മറന്നുപോയി ഗൈസ്. നോക്കട്ടെ, ഫുൾ ഗൂഗിളാണ്. ഗൂഗിളിൽ വെച്ച് പറഞ്ഞാലേ നടക്കുള്ളൂ. ചോങ് ലിങ്ഡ ആ സാധനം, ആ ബാക്കത്തെ മോൺ. ഗൂഗിൾ പേ വർക്ക് ചെയ്യും. നെറ്റുണ്ട്. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. കുഴപ്പമില്ല കേട്ടോ, ഓക്സിജൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇനി നോക്കാം ബാക്കി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ തിരിച്ചാണട്ടെ. അവിടുന്ന് സുവെന്യൂസൊക്കെ മേടിച്ചാൽ നടക്കാമെന്ന് വിചാരിച്ചു. പേഴ്സ് എടുത്തില്ല, പേഴ്സ് വണ്ടിയില്ല, ഞാൻ എടുത്തുകൊണ്ടിരുന്ന. സ്റ്റാച്യു ഓഫ് ബുദ്ധ ആയിട്ട് 35 അടി ഹൈറ്റുള്ള ബുദ്ധയാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ബുദ്ധ ഉണ്ടോ? അവിടുന്ന് സുവനീർ മേടിക്കാറുണ്ടേ. ഇപ്പോൾ പേഴ്സ് എടുത്തില്ല. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്തിട്ട് വരാൻ വേണ്ടി നടക്കുക. കയറ്റാണ്, കുഴപ്പമില്ല. അവരൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അവരെന്നെ തുന്നിക്കൂട്ടി, ഞാൻ കാണിച്ചു നേരത്തെ വീഡിയോയിലും, അവരെന്നെ തുന്നിക്കൂട്ടിയിട്ട് ഞാൻ വിൽക്കാൻ വയ്ക്കുക. കേട്ടോ, ഇത്ര നടന്നാൽ തന്നെ കിടക്കാൻ തുടങ്ങും. അപ്പോൾ ഇനി പേഴ്സ് എടുത്തിട്ട് വരട്ടെ. അത് നടക്കണം, പക്ഷേ അയ്യ ഒരു 40 മാക്സിമം 45 ഏജുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കാൻ പറ്റുള്ളൂ. അതിന് ഭയങ്കര കഥപ്പാവും. അപ്പോൾ അതാണ് ഞാൻ അവിടുന്ന് ദൂരത്തിൽ കളിക്കാൻ തുടങ്ങി. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മൾ ബുദ്ധേൻ്റെ അവിടെ പോയപ്പോൾ 3-4 ആൻറ്റിമാരുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ കട പോലെ അവർ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറേ പറഞ്ഞ് മേടിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ചെവിയിൽ വയ്ക്കുന്നതും കീ ചെയിനോളും അതൊക്കെ. പിന്നെ കുട്ടികൾക്കിട്ടുള്ള ഷൂ ഒക്കെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല പറഞ്ഞു. കുറേ നിർബന്ധിച്ചു. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ കുറേ സംസാരിച്ചു. ഇവിടെ 150ഓളം ആൾക്കാരുണ്ട് പറഞ്ഞു. അത് ആ കാണേണ്ട അവരുടെ വീടുകൾ താഴെയാണ് കാണാൻ. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചാണ്. പിന്നെ ശരിക്കുള്ള സീസണിൽ ഇവിടെ ഇവർ പൊട്ടാറ്റോ ഉണ്ടാക്കും, പിന്നെ ചാവലുണ്ടാക്കും, കുറച്ച് കൃഷിയൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ വീട്ടിലൊക്കെ യാക്കുണ്ടെന്നാണ് പറയുന്നത്, കന്നുകൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പശുവുണ്ട്. പശുവാണെങ്കിലും ഭയങ്കര രോമമൊക്കെ ആയിട്ട് നല്ല വലുപ്പമൊക്കെ ഉള്ള പശുക്കൾ. പിന്നെ ആണുങ്ങളാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഉള്ളിലിരിക്കാത്ര ചെയ്യാം. പെണ്ണുങ്ങളും പുറത്തിറങ്ങി പണിയെടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല തണുത്ത കാറ്റിൽ അവിടെ ഇരുന്ന് പണിയെടുക്കുക വരുമ്പോൾ അങ്ങനെ മേടിക്കാണ്ടിരിക്കുക വിചാരിച്ച് മേടിച്ചു. ഒരു കീച്ചയിലും മിച്ചയുടെ കീച്ചയും പോക്കറ്റിലോ ഞാൻ കുറച്ച് നേരം കാണിച്ചു നോക്കാം. ഞങ്ങൾ ഇവിടുത്തെ ഒരു കഫേയിൽ കയറിയേ. ഇതുണ്ടോ, ഒരു കുറേ സാധനങ്ങളവിടെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അമ്മൂത് അവിടെ നിന്ന് മാഗി കഴിക്കുന്നു. ഈ ചൈന പേരെന്താ പറഞ്ഞേ? സീബക്ക്. അങ്ങനെ ഒരു ഇലേൻ്റെ ചായ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നൈസാണ്. ഓക്സിജൻ ലെവൽ കൂടുന്ന പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്. അതവിടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതാ ടൂറിസ്റ്റ് മാപ്പ് ഗൈഡ്. സോ ഗൈസ്, ഇവിടെ ഒരു ഇത് കണ്ടോ, മിസ്റ്ററി ഇൻ സ്പിത്തി എന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറയുന്നത് സ്കോർപ്പിയോൺസിന് ശല്യം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ മമ്മിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെയായി. അതിന് ശേഷം ആ വില്ലേജിൽ എന്നുവെച്ചാൽ ലാൻസയിൽ ആ ഒരു റെയിൻബോ ആകാശത്ത് വന്നു. ആകാശത്ത് അങ്ങനെ വന്നു. അതിന് ശേഷം ഈ വില്ലേജിൽ സ്കോർപ്പിയോൺ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓരോ വിശ്വാസം. എന്താ ഗൈസ്, മെറൈൻ ഫോസിൽ പറഞ്ഞ സാധനമല്ലേ. 14,000 അടി മുകളിൽ നിന്നൊരു മാഗി, പ്ലെയിൻ മാഗി, ഒരു എഗ് പൊരിച്ചി. അമ്മൂതേ, ഇതാണ് അവരുടെ നിന്ന് വാങ്ങിയ സാധനം, കിച്ചൻ. പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും മേടിച്ചു. എന്താ ലാങ്സയുടെ. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബുദ്ധൻ്റെ സ്റ്റാച്ചു ലാങ്സ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി കോമിക്കല്ലേ
അവിടുത്തെ ഒരു മൊണാസ്ട്രിക്ക് പോവാണ്. കാസയിലുള്ളൊരു മൊണാസ്ട്രി തന്നെ, അതും സിമിലർ എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കാം. ഇവിടുന്ന് 9 കിലോമീറ്റേഴ്സ്. ഇതാണോ അമ്മൂനും മടി, അച്ഛനും മടി, സാമിനും മടിയില്ലാന്ന് തോന്നുന്നു. മൊണാസ്ട്രി സാമിനും മടി, സിർഫ് മേ ജാ രഹാ ഹൂം ഫിർ. ശരിയാണ്. ഗൈസ് നമ്മൾ ഇവിടുത്തെ മൊണാസ്ട്രിയിലെത്തി. കാസ മൊണാസ്ട്രി, ഹിക്കിം കോമിക് മൊണാസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് കൂടെ പോവുകയാണ്. ഒരാളുണ്ടോ? കോമിക് മ്യൂസിയം ഉണ്ട് ഇവിടെ. ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് വന്നേ. അവിടെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഇതുള്ളൂ. ഒരു ഹാള്, അതിൽ കുറേ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഇതാണോ, കല്ലിൽ ഓരോന്ന് കുത്തി വെച്ചേക്കുന്നൊരു രസമുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ലുക്ക്. ഈ അർജുന ഫോട്ടോ എടുക്കാൻ വന്നേക്കോ. ഇവിടെ ഉള്ളതൊക്കെ വേൾഡ്സ് ഹയസ്റ്റ് എന്നാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അതാണ് ഗൈസ്. മോള് പോകുമ്പോൾ ഹയസ്റ്റ് എന്നുള്ളതിൽ എല്ലാവരും ഹയസ്റ്റ് എന്ന് എഴുതിയിരിക്കും. അവിടെ വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് ഹിമാലയൻ നെക്ടർ കിച്ചൺ. 15,000 മുകളിലുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു കഫേ ഉണ്ടായിരുന്നു, വേൾഡ്സ് ഹയസ്റ്റ് കഫേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവനെ കാണിച്ചേ. അപ്പോൾ നല്ല ഫറുണ്ട്, നമുക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ മൊണാസ്ട്രി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. ഇവിടുന്ന് ഹിക്കിമിക്കുള്ള വഴി വളരെയധികം മോശമാണ്, റോഡില്ല. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. റോഡ് കാണിച്ചു തരാം. ഇവിടെ തുറന്നിട്ടുണ്ടോ? നേരെ ചാടി ഓഫ് റോഡായിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. ഇപ്പുറത്തേക്ക് ഈ ഹിക്കിം വില്ലേജാണത്. അവിടത്തേക്ക് വീടുണ്ടോ? പോപ്പുലേഷൻ കുറവാണേ. അവരൊക്കെ സോളാറിലാണ് ഇലക്ട്രിസിറ്റി കൊണ്ട് നടക്കുന്നത്. കിട്ടി. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ എത്താറായി. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു മോങ്ക് നിൽക്കുന്നുണ്ട്. ഒരു മോങ്ക് ആൾ പോയി. ഫസ്റ്റ് സിവിലൈസേഷൻ തോന്നുന്നു. പോസ്റ്റ് ഓഫീസ് നല്ല തിരക്കുണ്ട് ഗൈസ്. വേഗം എഴുതി അയക്കട്ടെ. വൈകുന്നേരം 5 മണി വരെയുള്ളൂ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ എത്താനുള്ള ശ്രമത്തിലാണ്. ഓൾമോസ്റ്റ് 3:30 ആയി. ഞങ്ങൾ റീച്ചായി ഗൈസ്. ഇനി എത്തിയിട്ട് വീഡിയോ കാണിക്കും. റോഡിൻ്റെ ഭംഗി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഫുള്ളുണ്ട്. അപ്പോൾ അർജുനൊക്കെ 6 ലെറ്ററൊക്കെ എഴുതി സെറ്റായിരിക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ വന്ന് എഴുതിയിട്ടുണ്ട്, ബാക്കി എഴുതണം പറഞ്ഞിരിക്കുന്നുണ്ട്. സാം എത്ര എഴുതി? സാം 10 എഴുതിയിട്ടുണ്ട് ഗൈസ്. 10 പോസ്റ്റ് കാർഡ് ഷെയർ കിട്ടും. ഞാനൊന്നും എഴുതിയില്ല. ഞാൻ അവിടെ എത്തിയിട്ടുള്ള മൂഡ് അനുസരിച്ച് എഴുതും. സോ വി ആർ അബൌട്ട് ടു റീച്ച്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിലെത്തി. 2 പോസ്റ്റ് കാർഡ് എടുത്തു. 2 എഴുതി. അമ്മു 3 എഴുതിക്കണം. അപ്പോൾ എപ്പോൾ കിട്ടുമെന്നറിയില്ല, നോക്കി നോക്കാം. ഒന്ന് അയച്ചു നോക്കട്ടെ. ഞാനൊന്നും എനിക്ക് തന്നെ എഴുതി, ഒന്ന് അമ്മുവിന് എഴുതി. അപ്പോൾ അതെ അവിടെ വെച്ചിട്ട് തിരിച്ചു വരിക. സോ ഇതാണ് പോസ്റ്റ് ഓഫീസ്. കറക്റ്റ് പോസ്റ്റ് ഓഫീസ് ചിത്രം വെച്ചിട്ടില്ലേ? വെൽക്കം ടു ഹിക്കിം വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ്. നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു.
ഇവിടെ സുവനീർ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് പോയി നോക്കാം. ആ അവിടെ ഇതേ നിൽക്കണു. ഹൈറ്റ് എത്ര? 14,567. അത്രയും ഫീറ്റാണ്. മീറ്റർ 4,440 മീറ്റേഴ്സ്. ഗൈസ്, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് വുമണാണ് കേട്ടോ അത്. അവരിങ്ങനെ സീലടിച്ച് നമുക്ക് ഇങ്ങനെ തരും. അടച്ചു നിൽക്കണു. അമ്മുദാ, അയ്യോ അമ്മുദാ നിൽക്കണു. അവരിവിടെ നിന്ന് സീലടിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുക്കും. ഒക്കെ നൈസാണ്. കുറേ ലെറ്റർ ഉണ്ട്. സീല് കാണിച്ചു തരാം. ഇതാണ് സീല്. നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് അയക്കുന്നത്. ഫ്രം ദ വേൾഡ്സ് ഹൈസ്റ്റ് പോസ്റ്റ് ഓഫീസ്, സിക്കിം. സ്റ്റിക്കർ കളയല്ലേ ഉന്നെ? വേഗം വേഗം വേഗം. ഇത്രയും ഒഴിഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് ഓഫീസ്. എല്ലാവരും ഈ ഒരു പോസ്റ്റ് ഓഫീസിന് വേണ്ടിയിട്ടാണ് ഇതുവരെ വരുന്നത്. ഞാൻ വന്ന വഴി കണ്ടില്ലേ, ഫുൾ ഓഫ് റോഡൊക്കെ ആയിരുന്നു. ഇത് അവിടെ ഒരു സോനിയർ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. 4 പുറം സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. സ്നോ ആയി കഴിഞ്ഞത് മൊത്തം സ്നോയിലാവും. ഇപ്പം അങ്ങ് ബാക്കിലിതാ അവിടെ മാത്രമുള്ള സ്നോസ്. അപ്പോൾ ഗൈസ് എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. -1 ആയി. നല്ല തണുപ്പുണ്ട്. ചുണ്ടും കയ്യൊന്നും ഫീലാവുന്നേ ഇല്ല. ഇനി നമ്മൾ നേരെ കാസ. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി കാസയിൽ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ ഇറങ്ങണം. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാനുള്ള. അപ്പോൾ കാസയിലെത്തിയിട്ട് കാണാം. ഓൺ ദ വേ ഷോർട്സ് എടുക്കും ഓഫ് കോഴ്സ്. അത് ശരിക്കും മറ്റേ ഇതുപോലെ ഉണ്ടോ, മറ്റേ US സാധനം മുകളുടെ ഭാഗം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. ഇന്നലത്തെ സെയിം ഹോം സ്റ്റേ തന്നെ നമ്മൾ എവിടെയോ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം തപ്പുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മോൾ റോഡിൽ തെറ്റിപ്പോയി സ്ട്രീറ്റ്സിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. സ്ട്രീറ്റ്സ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ മൂക്കിൽ കൊണ്ടുപോയി നല്ല വേദന ഉണ്ട്. ആൻറ്റി രാജ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈസ്, ബീൻഡി മസാല, ചപ്പാത്തി, പിന്നെ ഇന്നലത്തെ സാധനം എല്ലാം കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കണം. ആൻറ്റി ഭയ്യ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കാസത്തെ ലാസ്റ്റ് നൈറ്റാണെന്ന്. സ്പിറ്റിങ് 2 ദിവസം കൂടി ഉള്ളൂ. അല്ല സ്പിറ്റി ഇന്ന് കഴിയും. നാളെ രാവിലെ നമ്മൾ കൽപ്പ ആ ഭാഗത്തേക്ക് പോകും. സ്പിറ്റി കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി നാളെ കൽപ്പയ്ക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.